ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലത്തീൻ സഭയുടെ പാരമ്പര്യമാണ് ജപമാല എന്നാണ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത്. കൊന്ത നമസ്കാരം അല്ലെങ്കിൽ ജപമാല. എന്നാൽ ജപമാലയുടെ ചരിത്രം പരിശോധിച്ചാൽ പൗരസ്ത്യ സഭകൾ എത്രമാത്രം ഈ വിശുദ്ധ പാരമ്പര്യത്തിന് സംഭാവന നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാകും. ജപമാലയുടെ അല്ലെങ്കിൽ കൊന്ത നമസ്കാരത്തിൻ്റെ വിത്തും വേരും കിടക്കുന്നത് പൗരസ്ത്യ സഭകളിലാണ്. അത് വളർന്ന് പടർന്ന് പന്തലിച്ചത് ലത്തീൻ സഭയിലാണ്. അത് സ്വാഭാവികം. പൗരസ്ത്യ സഭകൾ സാംഘികമായി ചെറുതാണ്, എണ്ണം കൊണ്ട് ചെറുതാണ്. ഭൂമിശാസ്ത്രപരമായും ഭാഷാപരമായും ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് വിത്തും വേരും ഒക്കെ പൗരസ്ത്യ സഭകളിൽ പാകിയെങ്കിലും അത് പടർന്ന് പന്തലിച്ചത് പാശ്ചാത്യ സഭയിലാണ്. അങ്ങനെ പൗരസ്ത്യ പാശ്ചാത്യ സഭകളിലെ വിശുദ്ധ പാരമ്പര്യങ്ങളുടെ സങ്കലനമാണ് ജപമാല എന്ന് തീർത്തും പറയാൻ കഴിയും. നമ്മൾ ഒരു മരിയൻ ധ്യാനം തുടങ്ങുകയാണ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മൾ ചെറിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണ് എല്ലാ ആഴ്ചയിലും. മരിയൻ ധ്യാനം അത് നമ്മൾ തുടങ്ങുന്നത് തിരുവചന ജപമാല എന്ന് പറയുന്ന ഒരു പരമ്പരയോടെയാണ്. അത് കഴിഞ്ഞിട്ട് അതൊരു 200-250 എപ്പിസോഡ് അത് പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതൊരു 3-4 വർഷങ്ങൾ എടുക്കായിരിക്കും. പിന്നെ നമ്മൾ മറിയത്തെക്കുറിച്ചുള്ള എല്ലാ തിരുവചനങ്ങളും ആഴത്തിൽ ധ്യാനിക്കുകയാണ്. അങ്ങനെ ഈ മരിയൻ ധ്യാനത്തിലൂടെ 2033 എന്ന് പറയുന്ന വിശുദ്ധ വർഷം, നമ്മുടെ കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ വർഷമാണ് 2033. അതിനുമുമ്പ് 2030 കർത്താവ് പരസ്യ ശുശ്രൂഷ ആരംഭിച്ചതിൻ്റെ വാർഷികമാണ്. 2000 വർഷമെത്തുന്ന വാർഷികമാണ്. ഇതിനെല്ലാം ഒരുക്കമായിട്ടുള്ള ഒരു മരിയൻ വിചിന്തനം, മരിയൻ ധ്യാനം നമ്മൾ ആരംഭിക്കുകയാണ്. ഓരോ ദിവസവും ചെറിയ വീഡിയോസാണ് നമ്മൾ ഇടുന്നത്. ഒരു ദിവസത്തെ മിസ്സായാൽ മറ്റെല്ലതും മനസ്സിലാക്കാൻ പ്രയാസം വരും. അതിനാൽ ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, എല്ലാ ദിവസവും മിസ്സാകാതെ ഈ വീഡിയോസ് കാണുക, അതിൻ്റെ നോട്ട് കുറിക്കുക, സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഗ്രീക്കും ഹീബ്രു ഒക്കെ ഞാൻ ചെറുതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ആ അർത്ഥം കണ്ടെത്താൻ കഴിയൂ. നിങ്ങൾ മനസ്സിലാകുന്നതനുസരിച്ച് മറ്റുള്ളവരോട് പ്രചരിപ്പിക്കുക. ഈ വീഡിയോ ചാനൽ കാണാനായിട്ട് അവരെ ക്ഷണിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ ഈ മഹാജൂബിലിക്ക് 2033 എന്ന മഹാജൂബിലിക്ക് വളരെ ഇൻറ്റൻസീവായിട്ടും ദീർഘമായിട്ടുമുള്ള ഒരു വചന വിചിന്തന ധ്യാനത്തിലൂടെ കർത്താവിനെ ശരിക്കും മറ്റുള്ളവരോട് പറയാനും നമുക്ക് സ്വീകരിക്കാനും മറ്റുള്ളവർ പറയാനും കഴിയുന്ന ഒരു ധ്യാന പരമ്പര അതായിരിക്കട്ടെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ. അതിൽ നിങ്ങളെല്ലാവരും സഹകരിക്കണം, പങ്കെടുക്കണം, പ്രചരിപ്പിക്കണം എന്നെല്ലാം അഭ്യർത്ഥിക്കുന്നു. അതിലൂടെ കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന വേലയിൽ, ആ സുവിശേഷ വേലയിൽ നമ്മളെല്ലാം പങ്കുചേർന്ന് കർത്താവ് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, ആ കൽപ്പന നിറവേറ്റുന്ന ശിഷ്യന്മാരും സാക്ഷികളുമാകാം. എല്ലാവർക്കും സ്വാഗതം.